കുഞ്ഞു വാവകൾക്ക് ഇന്നൊരു നല്ല കഥ പറഞ്ഞു തരട്ടെ. കേട്ടോളൂ. കുറുമലക്കാട്ടിനടുത്ത് കുണ്ടൻകുളത്തിലാണ് കീരനും കുടുംബവും താമസിച്ചിരുന്നത്. ആരായി കീരൻ? ഒരു തവളക്കുട്ടൻ. ആ ഈ കുളത്തിലാണെങ്കിൽ വെള്ളം നിറഞ്ഞ് ഇനി മുകളിലോട്ട് വരാറില്ല. അപ്പോൾ ഈ നമ്മുടെ കീരൻ വിചാരിച്ചു, എനിക്ക് എങ്ങനെയെങ്കിലും പുറത്ത് ചാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. കീരൻ്റെ പത്നിയുടെ പേരെന്താണ്? കിരണിയും. അവർക്ക് ധാരാളം കുഞ്ഞുങ്ങളുണ്ടായി. തവളയുടെ കുഞ്ഞുങ്ങളെ എന്താ പറയുന്നത്? വാൽമാക്രികളല്ലേ. കിരണിയും അവയെ നോക്കി കുണ്ടൻകുളത്തിൽ നീന്തി നടന്നു. കുളത്തിനു മീതെ പറന്നു പോയ പൊന്മാൻ ധാരാളം വാൽമാക്രികൾ നീന്തുന്നത് കണ്ടു. പൊന്മാൻ്റെ വായിൽ വെള്ളമൂറി. എന്തു രുചിയായിരിക്കും! എങ്ങനെ ആ വാൽമാക്രികളെ തിന്നാൻ കഴിയും? കാരണം കിരണിയും എപ്പോഴും അവയ്ക്ക് കാവലാണ്. മാത്രമല്ല, ഞങ്ങളെ പൊന്മാനെയോ കൊക്കിനെയോ ഒക്കെ കാണുമ്പോൾ എന്തു ചെയ്യും? ഉടനെ വെള്ളത്തിനടിയിലേക്ക് പോകാൻ പറയും. ഇവർ രണ്ടുപേരെയും ഇവിടെ നിന്ന് മാറ്റണമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഒരു ദിവസം ഇവരുടെ അടുത്തേക്ക് തന്ത്രത്തിൽ പോയിട്ട് പറഞ്ഞു, നിന്നെയും ഭാര്യയെ ഞാൻ കുറേ നേരമായി ശ്രദ്ധിക്കുന്നു. നിങ്ങൾ എന്താ ഇങ്ങനെ കുണ്ടംകുളത്തിൽ കഴിഞ്ഞാൽ മതിയോ? പുറം ലോകം ഒന്നും പോണ്ടേ? അപ്പം കീരൻ പെട്ടെന്ന് പറഞ്ഞു, കുറേ നാളായി ഞാനും ആഗ്രഹിക്കുന്നു നിന്നെപ്പോലെ എനിക്ക് പറന്ന് നടന്നാലോ എന്ന്. ആകാശത്ത് പറക്കാൻ എനിക്ക് കൊതിയാണ്. നിൻ്റെ ചിറകൊന്ന് കിട്ടിയിരുന്നെങ്കിൽ. അതെങ്ങനെ തരാൻ പറ്റും? ഞാൻ നിന്നെ സഹായിക്കാം. എങ്ങനെ സഹായിക്കും? നീ എൻ്റെ പുറത്ത് കയറിയിരുന്നോളൂ. എന്നിട്ട് ഞാൻ നിങ്ങളെ രണ്ടുപേരെയും പറന്ന് ലോകം ചുറ്റി കാണിച്ചിട്ട് കൊണ്ടുവന്ന് വിടാം. ഒപ്പം കീരൻ കയറിയപ്പം തന്നെ നല്ല ഭാരം. അത് വേണ്ട. നീ എന്തു ചെയ്യണം? എൻ്റെ കാലിൽ കടിച്ച് ഇരുന്നോളൂ. എന്നിട്ട് ആകാശത്തിങ്ങനെ പറന്ന് ഞാൻ നടക്കാം. നീ കണ്ടോളൂ. ശരി, നല്ല കാര്യമാണ്. അവൻ എന്തു ചെയ്തു? കീരനെ ഒരു പുൽത്തകിടിയുടെ പുറത്ത് കൊണ്ടുപോയി ഇരുത്തി. ഞാൻ എൻ്റെ ഭാര്യയെ കൂടെ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്തു? നേരെ വന്ന് കിരണിയെയും കൊണ്ടുപോയി ആ പുൽത്തകിടിയിൽ ഇരുത്തി. എന്നിട്ട് നേരെ വന്ന് എന്തു ചെയ്തു? 5-6 മാൽമാന് വയറ് നിറയെ വാൽമാക്രികളെ ഭക്ഷിച്ചു. എന്തോ ഒരു പന്തികേട് തോന്നി. കീരൻ പെട്ടെന്ന് അവരെയും വിളിച്ചുകൊണ്ട് തിരിച്ചു വന്നിട്ട് കുളത്തിലെങ്ങനെയോ ചാടി ഇങ്ങെത്തി. അവസാനം എന്തു ചെയ്തു? മനസ്സിലായി, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറച്ച് ആ പൊന്മാൻ തിന്നു കളഞ്ഞല്ലോ. അപ്പോൾ കിരണി പറഞ്ഞു, നിങ്ങളുടെ ഒരു ആഗ്രഹം പുറം ലോകം കാണണമെന്ന്. വെള്ളം നിറയുമ്പോൾ നമുക്ക് വെളിയിലിറങ്ങിയാൽ പോരായിരുന്നോ? എൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാം തിന്നു കളഞ്ഞല്ലോ. നീ സങ്കടപ്പെടേണ്ട, നമുക്ക് അതിനൊരു പാഠം പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു. കുറേ വാൽമാക്രികളൊക്കെ എന്തോന്ന് ചെയ്തു? ഈ തവളക്കുഞ്ഞുങ്ങളായിട്ട് മാറി. അപ്പം വിചാരിച്ചു, ഇനിയും കുറച്ചുകൂടെ ഉണ്ടല്ലോ, അതിനെയും കൂടെ എങ്ങനെയെങ്കിലും ഭക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുഞ്ഞിനെ തിന്ന കാര്യമെല്ലാം ഇവർ മറന്നുപോയി കാണുമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഇവരുടെ അടുത്തേക്ക് വന്നു. ഉടനെ എന്നെ കീരൻ പറഞ്ഞു, ചങ്ങാതി, അന്നത്തെ പോലെ ഞങ്ങളെ ഒന്നുകൂടി ആകാശത്തേക്ക് പറപ്പിക്കണേ. പൊന്മാന് സന്തോഷമായി. കോളടിച്ചെന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? നേരെ ചെന്നിട്ട് നീ എൻ്റെ കാലിൽ കയറിക്കൊള്ളൂ എന്ന് പറഞ്ഞു. നേരെ കിരണിയും കൂടി എന്ത് ചെയ്തു? 2 കാലിലായിട്ട് കയറിയിട്ട് താഴോട്ട് വെച്ച് വെള്ളത്തിലേക്ക് ഒരു മുക്കി. ഞാനിപ്പം ചത്തുപോകും, എന്നെ രക്ഷിക്കണേ എന്ന് പൊന്മാൻ കിടന്ന് വിളിച്ചു. ഈ സമയം മാക്രി കുഞ്ഞുങ്ങളും എന്ത് ചെയ്തു? കുറച്ച് അവരുടെ തൂവലിനെയൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കാൻ നോക്കി. സന്തോഷം കൊണ്ട് അവർക്ക് ഒരു പാഠം പഠിപ്പിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ വെള്ളത്തിന് മുകളിലേക്ക് കൊണ്ടുവന്നു. ഇനിയെങ്കിലും നിന്നെ ഞങ്ങൾ വിശ്വസിച്ചാണ് ഞങ്ങൾ നിന്നോട് വരാമെന്ന് പറഞ്ഞത്. ഇനിയെങ്കിലും നീ വിശ്വസിച്ചവരെ ചതിക്കരുതെന്ന് പറഞ്ഞ് നേരെ മുകളിലേക്ക് പറക്കാൻ പോലും കഴിയാതെ എന്ത് ചെയ്തു? പൊന്മാൻ അവർ കുളത്തിന് മുകളിൽ പൊത്തിൽ കയറ്റി ഇരുത്തി. കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും തൂവലൊക്കെ പൊടിച്ചതിന് ശേഷമാണ് നമ്മുടെ പൊന്മാൻ പറന്നുടർന്നത്. അപ്പോൾ എന്താ ഇതിൽ നിന്നും പഠിക്കേണ്ടത്? നമ്മൾ ഒരാളെ വിശ്വസിച്ച് അവരുടെ കൂടെ കൂടിയാൽ എന്ത് ചെയ്യണം? നമ്മളെ ചതിക്കാൻ പാടില്ല, അല്ലേ? നമ്മളവരെ ചതിക്കാൻ പാടില്ല. നമ്മളെ വിശ്വസിച്ചല്ലേ അവർ നമ്മളെ കൂടെ വന്നത്.
അപ്പോൾ അവരെ ചതിക്കാൻ പാടില്ല. ശരി മക്കളെ, എല്ലാവരും കണ്ണടച്ചുറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്.